ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രചാരണത്തിനൊരുങ്ങി ആം ആദ്മി പാർട്ടി. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ഭാര്യ സുനിത കെജ്രിവാൾ ഇന്ന് പ്രചാരണത്തിന് തുടക്കമിടും. പഞ്ച്കുളയിൽ നടക്കുന്ന ടൗൺ ഹാൾ യോഗത്തിൽ കെജ്രിവാൾ കി ഗ്യാരണ്ടി പ്രഖ്യാപനം നടത്തുമെന്നും ആം ആദ്മി പാർട്ടി അറിയിച്ചു. ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകുന്നു. ഗുഡ് മോർണിംഗ് അച്യുതൻ, പറയൂ. ഗുഡ് മോർണിംഗ് എസ് കെ. അങ്ങനെ ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഈ തെരഞ്ഞെടുപ്പ് തയ്യാറെടുപ്പുകളിലാണ് പാർട്ടി. ഇതിൽ ആദ്യം ഉറ്റുനോക്കുന്നത് ഹരിയാന തന്നെയാണ്. അവിടെയാണ് ഇപ്പോൾ ആം ആദ്മി ഇന്ന് അവരുടെ പ്രചാരണത്തിന് തുടക്കം കുറിക്കുന്നത്. കഴിഞ്ഞ ഘട്ടത്തിൽ ലോക്സഭയുടെ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലായിരുന്നാലും ആ സമയത്ത് കേജ്രിവാളിന്റെ അഭാവത്തിൽ സുനിത കേജ്രിവാൾ തന്നെയായിരുന്നു പല പ്രചാരണങ്ങളും ആം ആദ്മിയെ നയിച്ചത്. എന്നാൽ അതേ മാതൃക തന്നെയാണ് ഈ ഹരിയാനയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആം ആദ്മി ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സുനിത കേജ്രിവാളിനെ മുൻനിർത്തി തന്നെയായിരിക്കും ആം ആദ്മിയുടെ പ്രചാരണം. കേജ്രിവാൾ ജയിലിൽ കഴിയുന്ന സാഹചര്യത്തിൽ കൂടിയാണ് പാർട്ടി ആ നീക്കത്തിലേക്ക് കൂടി കടക്കുന്നത്. ഇന്ന് പഞ്ച്കുളയിലെ യോഗത്തിൽ അരവിന്ദ് കേജ്രിവാൾ കി ഗ്യാരണ്ടി എന്ന രീതിയിൽ തന്നെ പ്രചാരണം ആരംഭിക്കും. നേരത്തെ മോദി കാ ഗ്യാരണ്ടി എന്നതിന് ബദലായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ആം ആദ്മി കേജ്രിവാൾ കി ഗ്യാരണ്ടി എന്നുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണം ആവിഷ്കരിച്ചത്. അതുമായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. നിലവിലെ പാർട്ടി അറിയിച്ചിരിക്കുന്നത് ഹരിയാനയിലെ മുഴുവൻ സീറ്റുകളിലും മത്സരിക്കുമെന്നുള്ളതാണ്. 90 സീറ്റുകളിലും ആം ആദ്മി മത്സരിക്കുമെന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. അധികം വേരോട്ടം ഉറപ്പിക്കുവാൻ കഴിയാത്ത ഒരിടം കൂടിയാണ് ആം ആദ്മി ഹരിയാന. പക്ഷെ ഇത്തവണ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും എന്ന ആത്മവിശ്വാസം പാർട്ടി പ്രകടിപ്പിക്കുന്നുണ്ട്. അതിന്റെ ആദ്യ ഘട്ടമെന്ന നിലയിലാണ് അരവിന്ദ് കേജ്രിവാൾ കി ഗ്യാരണ്ടി എന്ന നിലയിൽ ഇന്ന് ഔദ്യോഗിക പ്രചാരണത്തിന് തുടക്കം കുറിക്കുന്നത്. വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്.